നമ്മളെ മൂന്നാർ പോയപ്പോഴത്തേക്ക് നമ്മളെ ശാന്തംപാറയിൽ വൈൻ യാർഡ് റിസോർട്ടിലാണ് ഞങ്ങൾ ഇപ്പം നിൽക്കുന്നത് കേട്ടോ. ഞങ്ങൾ അവിടെയാണ് സ്റ്റേ ചെയ്തുകൊണ്ടിരുന്നത്. അടിപൊളി നല്ല സൂപ്പറായിട്ടുള്ള റിസോർട്ടാണ്. നമ്മുടെ നാട്ടിൽ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അവിടെ പോയതിന് ശേഷം മൂന്നാറല്ലേ അടിപൊളി നല്ല ക്ലൈമറ്റും, അധികം ചൂടുമില്ല അധികം തണുപ്പും, അടിപൊളി തണുപ്പുമായിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു. അങ്ങനെ പാട്ട് പാടാൻ അറിയാത്തവർ പോലും പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്യുന്ന നല്ല ക്ലൈമറ്റ്. കനവിന്റെ കല്ലായി പുഴ നീന്താനിരവിന്റെ കടവിന്റെ പടവിൽ നീ വരുമോ പൊന്നേ, വിണ്ണിൽ നീ വിരി നീക്കി ചിരി തന്നാലത് നോക്കി പുലരോളം കളി ചൊല്ലിയിരുന്നാൽ അങ്ങനെ രാവിലെ എഴുന്നേറ്റ് നല്ലൊരു റീലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കാണ് ചിക്കൻ വാങ്ങിക്കൊണ്ട് വന്നത്. ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് അവിടെ ഗ്രില്ലുണ്ടാക്കാനുള്ള അടിപൊളി സൗകര്യം ഉണ്ട് കേട്ടോ വൈൻ യാർഡ് റിസോർട്ടിൽ. അപ്പം ഞങ്ങൾ രാത്രിയിലാണെങ്കിൽ എല്ലാവരെയും കൂടി ചേർന്നിട്ട് ഞങ്ങൾ ഗ്രില്ലുണ്ടാക്കുകയാണ് കേട്ടോ. അല്ലൂസാണ് ഫയറിൻ്റെ ആൾ. അല്ലൂസിന് എപ്പോഴും ഇങ്ങനെ ഫയർ ഇങ്ങനെ തീ ആക്കിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പുറത്തുനിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ് ചിക്കൻ കേട്ടോ. അങ്ങനെ അവിടെ ചിക്കൻ ഗ്രില്ലാക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അടിപൊളിയായിട്ടൊക്കെ അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടി സെപ്പറേറ്റ് ഒരു ഏരിയ തന്നെ പണിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ മാറിയും തിരിഞ്ഞ് നിന്ന് ഞങ്ങൾ തീ കത്തിക്കുന്ന സീനിലാണ്. തീയെല്ലാം കത്തിച്ച് ചിക്കൻ എടുത്ത് അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ അങ്ങനെ ഗ്രില്ലൊക്കെ ഉണ്ടാക്കി. അതിന് ശേഷം നമ്മൾ കുതിരയുടെ അടുത്ത് കുതിരയ്ക്കുള്ള സെപ്പറേറ്റ് റൂമും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാവർക്കും കിടക്കാനുള്ള സെപ്പറേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ പിന്നെ പോകുന്നവർക്ക് താമസിക്കാനായിട്ട് പ്രത്യേകം വൈൻ യാർഡ് റിസോർട്ടിലുണ്ട്. അങ്ങനെ അടിപൊളി സൗകര്യത്തോടു കൂടിയുള്ള നല്ലൊരു റിസോർട്ടാണ് നമ്മുടെ വൈൻ യാർഡ് റിസോർട്ട്. അപ്പോൾ നിങ്ങൾ ശാന്തംപാറയിലൊക്കെ പോകുന്നവർ നമ്മുടെ വൈൻ യാർഡ് റിസോർട്ടിൽ പോകാൻ മറക്കണ്ട. നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെയാണ്. അത് കണക്ക് തന്നെ നല്ല അറ്റ്മോസ്ഫിയറുമായിട്ടുള്ള സൂപ്പറാണ് കേട്ടോ. പെണ്ണിനെ കണ്ടോളിൻ നിങ്ങളാശിച്ചതൊക്കെ കൊടുത്തോളി, അടിവെച്ചെല്ലാരും നടന്നാട്ടെ ഞങ്ങൾ ആരംഭ ബീവിയെ കൊണ്ടോട്ടെ, മയിലാഞ്ചി കൈമുട്ടി പാടിയാട്ടെ നിങ്ങൾ മൈ കണ്ണി പെണ്ണച്ച് വന്നാട്ടെ, മാരനെ കൊല്ല കൊണ്ടോട്ടെ ഞങ്ങൾ മാണിക്യമങ്കയെ കൊണ്ടോട്ടെ, അതിർപ്പൂങ്കിനാവിന്റെ സുവർഗത്തിന്റെ കത്തിന അരിപ്പുഞ്ചിരിവൾ വിരിയിച്ചോട്ടെ അടക്കത്തിൽ ഒതുക്കത്തിൽ അഹമിയം പറഞ്ഞവൾ അണിമാറന്റെ കാമ്പ് കവർന്നിടട്ടെ മാൻ കണ്ണിൽ ജന്നത്ത് കണ്ടോട്ടെ ഇവൾ മാതകത്തേൻ കരി തിന്നോട്ടെ, മണിമണിക്കാതിലോലാക്ക് മണിമാറത്ത് മിന്നണ പത്താക്ക്, വെണ്ണ പോലത്തെ മുഖം തൊടുത്ത് ഒട്ട കണ്ണടിക്കൊത്ത കവിൾ കൊടുത്ത്, മൂപ്പത്തിലേക്കുന്ന ചെമ്പഴുക്കാം പാപ്പിളപ്പാട്ടിന്റെ തേനൊഴുക്കാം. പത്ത് ചോറയുള്ള പച്ച വൈരക്കല്ല് വെച്ച മാലയും കൊണ്ട് വരും മാരനീരണ്ട് കണ്ണ് കാത്തിരിപ്പുണ്ട്. പത്ത് ചോറയുള്ള പച്ച വൈരക്കല്ല് വെച്ച മാലയും കൊണ്ട് വരും മാരനീരണ്ട് കണ്ണ് കാത്തിരിപ്പുണ്ട്. പച്ച ചുളത്തി കണ്ണൻ ചുണ്ട പട്ടുകിടക്കയിലൊത്തിയിരുന്ന പരിസരവാകെ നാരിമറങ്ങ്, ചുളത്തി കണ്ണൻ ചുണ്ട പട്ടുകിടക്കയിലൊത്തിയിരുന്ന പരിസരമാകെ നാരിമറങ്ങ്, പാടിയോറക്കാനായി പഞ്ചവർണ്ണ പൈങ്കിളി പോലുള്ളൊരു മഞ്ചത്തി, മണിയറയിൽ മണിമഞ്ചത്തി പളവള മന്നണമാലയുമായി വരും മാരനെ മാടി വിളിച്ചെത്തി. പത്ത് ചോറയുള്ള പച്ച വൈരക്കല്ല പച്ച ചുളത്തി കണ്ണൻ ചുന്ന പട്ടുകിടക്കയിലൊപ്പമിരുന്ന് പരിസരമാകെ നാരിമറന്ന്, പാടിയൂറക്കാനായി പഞ്ചവർണ്ണ പൈങ്കിളി പോലുള്ളൊരു മൊഞ്ചത്തി, മണിയറയിൽ മണിമൊഞ്ചത്തി പളപള മിന്നണ മാലയുമായി വരും ആരനെ മാടി വിളിച്ചെത്തി. പത്ത് ചുറയുള്ള പച്ച വൈരക്കല്ല് വെച്ച മാലയും കൊണ്ട് വരും മാരനെ രണ്ട് കണ്ണിൽ കാത്തിരിപ്പുണ്ട്.
മനസ്സ് കൊടുത്ത് കൽക്കണ്ടക്കനി ഇഷ്കുമതിത്ത് കല്യാണ പുതുമാരനടുത്ത് കള്ളത്തിക്ക് മനസ്സ് കൊടുത്ത് കൽക്കണ്ടക്കനി ഇഷ്കുമതിത്ത് ചേലാപൂറിമാനം പാതക്കം മേല ചേലിൽ മറിഞ്ഞവൾ മാതിയും ഹാല മിസിറിന്നിറങ്ങിയ കനകം കട്ടി അസതും താലിയാക്കി ഇവൾക്ക് കിട്ടി ചെമ്പവിഴത്തിക ഒത്തൊരു ചുണ്ട് ചെമ്പകമെന്നു നിനച്ചൊരു വണ്ടി ചുണ്ടതിൽ തേൻകണം തേടിയിട്ടുണ്ട് ചെമ്പവിഴത്തിക ഒത്തൊരു ചുണ്ട് ചെമ്പകമെന്നു നിനച്ചൊരു വണ്ടി ചുണ്ടതിൽ തേൻകണം തേടിയിട്ടുണ്ട് പാദസരത്തിന്റെ മാണിക്ക് ആനകളുടെ സ്വതന്ത്ര വികാരത്തെ തടസ്സപ്പെടുത്താതിരിക്കുക. എലഫൻസ് ഹാവ് റൈറ്റ് ഓഫ് വേ, ഡു നോട്ട് ഒബ്സ്ട്രക്ട്. നമ്മുടെ അരിക്കൊമ്പൻ്റെ നാട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പാദം തിരിച്ചപ്പോൾ വാണി മുഴക്കം